ആരെയും മുശ്രിക്കാക്കുകയോ കാഫിറാക്കുകയോ ഒന്നും നമ്മുടെ ഉദ്ദേശമല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക. മുശ്രിക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്ക് പഠിപ്പിച്ച് ഷിർക്ക് ചെയ്യിപ്പിച്ച് മരിപ്പിക്കാതെ. അത് ചെയ്യുന്നത് സമസ്തയാണ്. സമസ്തകാർ പറയലെന്തേ, ഞങ്ങളുടെ മുശ്രിക്ക് ആക്കിയെന്നാ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ മുശ്രിക്ക, ഞങ്ങൾ നിങ്ങളെ മുവഹിദാക്കാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഉസ്താദുമാര് നിങ്ങളെ മുശ്രിക്കാക്കാണ്. അതിന് സംശയമില്ല. അത് തെളിയിക്കാൻ വേണ്ടി ആദ്യത്തെ നമ്മുടെ 2ാം പരിപാടിയുടെ ആദ്യത്തെ ക്ലിപ്പ് നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളിൽ ഉണരുന്ന ഒരു ഇസ്ലാമുണ്ട്. നിങ്ങൾ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഉസ്താദിന്റെ പരാമർശത്തെ നിങ്ങൾ വിലയിരുത്തുന്നതോടുകൂടി തന്നെ ഫസ്റ്റ് ജഡ്ജ്മെന്റായി. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. പല വിധേനയുള്ള സിഹറുകളും ചെയ്ത് പലതും നടത്തി, ഒന്നും ശരിയാകണില്ല. ഹാജ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കി പറയാൻ പറ്റുന്ന കരുണക്കടല റബ്ബ് കഴിവ് കൊടുത്ത വലിയ മഹാനാണ്. മഹാനാകുന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു. അജ്മീർ ഖാജയുടെ അരികിലേക്ക് ജയ്പാൽ. നിങ്ങൾ ഈ ക്ലിപ്പിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഒന്ന്, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറിയുന്ന ആളാണ് ഖാജ മുഹീദ്ദീൻ ചിശ്തി അജ്മീരി. ഇതാണ് ഒന്ന്. 2, അള്ളാഹുവിന്റെ പേരിൽ ഒരു പച്ചക്കള്ളം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാനുള്ള കഴിവ് അജ്മീർ ഷെയ്ഖിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് വലിയുദ്ദീൻ ഫൈസി ഇവിടെ പറയുന്നത്. ഒന്ന്, അള്ളാന്റെ പേരിലുള്ള അതിക്രമമാണ്. അലല്ലാഹിൽ കദിബ്, അള്ളാന്റെ പേരിൽ വമൻ അദ്ലമു മിമ്മൻ, ആരുണ്ട് ഏറ്റവും വലിയ അക്രമി? അലല്ലാഹിൽ കദിബ്, അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി. ഒന്ന്, മനുഷ്യന്റെ, അത് ഒരാളുടേതല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ്ക്ക് കേരളക്കാരെ കൽബിന്റെ ഉള്ളിലെതിരെ അറിയൂ, ഇന്ത്യക്കാരെ കൽബിന്റെ ഉള്ളിലുള്ളതേ അറിയൂ, പാകിസ്ഥാന്റെ ഹൃദയത്തിലുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും അറിയുന്നവൻ ആരാ? അത് റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയാം. ഇന്ന് ഇവിടുത്തെ അജ്മീർ ഷെയ്ഖ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, എവിടെ ഉള്ളിൽ? ഹൃദയത്തിന്റെ ഉള്ളിൽ. ഹൃദയത്തിനൊരു ഉള്ളുണ്ട്, അതിന്റെയും ഉള്ളിൽ എന്ന് പറയുമ്പോ മേന്മ കൂടാണ്. അങ്ങനെ മേന്മ കൂടിയ ഒരാളാണ് അജ്മീർ ഷെയ്ഖ് എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഫൈസിനോട് അല്ല പറഞ്ഞോ? അല്ല പറഞ്ഞോ ഞാൻ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാനുള്ള കഴിവ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് എന്നതിന് എന്താ രേഖ? ചെങ്ങൈമാരെ, അല്ല അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത്, ഞാൻ ജമാൽ ചെറുപാടിന്റെ കയ്യിൽ 1 ലക്ഷം കൊടുത്തിട്ട് ഇവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും, ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഞാൻ പറയണ്ടേ നിങ്ങളോട് കൊടുത്തിട്ടുണ്ട് എന്ന്? അല്ല പറഞ്ഞോ ഫൈസിനോട്? അല്ല പറഞ്ഞോ ഫൈസിനോട് അജ്മീർ ഖാജാക്ക് ഞാൻ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്? അത് അള്ളാന്റെ പേരിലുള്ള കള്ളമാണ്, പിൻവലിക്കണം. ഞാൻ ഫൈസിനോട് പറയുന്നത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ചു, ദുനിയാവ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കരഞ്ഞ ഒരാളല്ല, കൃത്രിമമായി കരഞ്ഞ ഒരാളാണ്. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. കള്ളക്കണ്ണീര് വെക്കുക, ആളുകളെ പറ്റിക്കുക, പൈസയാണ് മുഖ്യ ലക്ഷ്യം, വേറെ ഒന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഇതിലെന്തില്ല? ദീനില്ല, മരണാനന്തര ജീവിതമല്ല, ആഖിറല്ല, തട്ടിപ്പ് മാത്രമാണ് മുഖമുദ്ര. വേറെ ഒന്നുമില്ല, ഇതിൽ ദീനില്ല എന്ന് ഈ പരിപാടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു കാര്യം പറയാം. എന്താണ് അള്ളാഹിനെ പറ്റി നമ്മളെ റസൂൽ നമ്മളോട് പഠിപ്പിച്ച്? അള്ളാഹുവിന്റെ റസൂലാണല്ലോ ഖുർആൻ പഠിപ്പിച്ചെന്നത്, നമുക്ക് ആർക്കും സംശയമില്ല. ആ റസൂൽ ഓതിത്തന്ന ഖുർആൻ അതിലെന്താ പറയും? സൂറത്ത് ഖാഫ്, ഞാൻ തെളിവാണ് പറയുന്നത്. സൂറത്ത് ഖാഫ് 50-ാം അധ്യായം 16-ാമത്തെ വചനം. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിങ്ങളുടെ ജീവനാഡിയേക്കാളും അടുത്ത റബ്ബ്, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന റബ്ബ്, നിങ്ങളുടെ നഫ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന റബ്ബ്, നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ മന്ത്രം ആന്തോളനങ്ങൾ, അതിൽ വരുന്ന ചിന്തകൾ, അതിലെന്താ ഉള്ളത്? നിഫാക്കാണോ, ഷിർക്കാണോ, കുഫ്റാണോ, കാപട്യമാണോ, നന്മയാണോ, സ്നേഹമാണോ, പരലോകബോധമാണോ, പേടിയാണോ എന്ന് അറിയുന്നത് റബ്ബാണ് എന്ന് പറയാം.
അള്ളാഹുവിന്റെ റസൂൽ ഓതിത്തരിക. 50-ാം അധ്യായം 16-ാമത്തെ വചനം 20 വരെ നമ്മൾ ആലോചിക്കേണ്ട പോയിന്റാണ്. നിങ്ങളുടെ മനസ്സിന്റെ മന്ത്രം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ള് അതറിയുന്നവനാണ് റബ്ബ്, അതറിയുന്ന ആളാണ് ഷെയ്ഖും. എങ്കിൽ അന്താദാണോ, നിദ്ദാണോ? വമനന്നാസി, മനുഷ്യർക്കിടയിലുണ്ട് എന്ത്? അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർ. സൂറത്ത് ഇഖ്ലാസ് അതിൽ അവസാന വാചകം എന്താ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യരായ ഒരാളില്ല എന്നാ. അല്ല മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് അറിയും. ശരി, ഓക്കെ, തൗഹീദാണ്. റസൂൽ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് അറിയും. ശിർക്കാണ്, കുഫ്റാണ്, പാടില്ലാത്തത്. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു ഉദാഹരണം ഖുർആനിൽ നിന്ന് തന്നെയുള്ള ഉദാഹരണം. ഖാലത്തുൽ അറാബു ആമന്ന കുല്ലൻ തുഖ്മിനു വലാകിൻ ഖുലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. അടിവരട്ടോ, ഇവിടെ എന്താ പ്രയോഗം? ഒന്നാമത്തെ ക്ലിപ്പിലെ പ്രയോഗം എന്താ മോനെ? ആ ഒന്നാമത്തെ ക്ലിപ്പ് ഒന്നുകൂടിയിട്ടേ. പല വിധേനയുള്ള സിഹറുകളും ചെയ്ത് പലതും നടത്തി ഒന്നും ശരിയാകണില്ല. ഹാജ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കി പറയാൻ പറ്റുന്ന കരുണക്കടലാ റബ്ബ് കഴിവ് കൊടുത്ത വലിയ മഹാനാണ്. മഹാനാകുന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു. അജ്മീർ കേട്ടല്ലോ. ഏതെങ്കിലും ഒരു നബി, എന്ന് ഞാൻ പറയുന്ന പോയിന്റ് ഒന്നുകൂടെ ഇതിനൊരു ബോൾഡ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ, അതിന് മുമ്പ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനെ, ഫോർ എക്സാമ്പിൾ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലെ നോഹ പ്രവാചകനെ കുറിച്ച് ഇബ്രാഹിം നബിയുടെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കഴിവുള്ള ആളാണ് നൂഹ് നബി എന്ന് എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല? സാധാരണക്കാരോടാണ്. രണ്ട്, ഇബ്രാഹിം നബിയെ കുറിച്ച് മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്ത്? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാൻ എന്ന് എന്തുകൊണ്ട് മൂസ അലൈഹിസ്സലാം പ്രസംഗിച്ചില്ല? മൂസ നബിയുടെ കഴിവിനെ കുറിച്ച് ഈസാ അലൈഹിസ്സലാം എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല? വേണ്ടെന്നേ. 1.25 ലക്ഷത്തോളം അംബിയ മുർസലീങ്ങളിൽ ഒരു നബി, അതിന് മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയെ കുറിച്ച് ഒന്നുകൂടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖാതിമുൻ നബി. 33-40 വചനം സൂറത്ത് അഹ്സാബ്. ശരി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയെ കുറിച്ചോ ഈസാ നബിയെ കുറിച്ചോ മൂസാ നബിയെ കുറിച്ചോ സുലൈമാൻ നബിയെ കുറിച്ചോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയുന്ന, അതിന് അള്ളാഹ് കഴിവ് കൊടുത്ത വലിയ മഹാനാണ് സുലൈമാൻ നബി എന്ന് എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല? ഫൈസിക്ക് കൊടുത്ത 2 ചുണ്ടും നാവും അവർക്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് അവരാരും ഇത് പറഞ്ഞില്ല? കാരണം അവർക്കറിയാം അത് കുഫ്റാണ്, ഷിർക്കാണ്. അത് ഈ നാവ് തള്ളത് ഷിർക്കും കുഫറും പറയാനല്ല, തൗഹീദ് പറയാനാണ്. ഇനി നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ? ഒരു കാര്യമില്ല, ആയത്തിലേക്ക് മടങ്ങാം. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 14 സൂറത്ത് ഹുജറാത്താണ്. നമ്മൾ ഇശായിന് പിരിയും, ഈ ഭാഗം പറഞ്ഞ് നമ്മൾ ഇശാ ജമാഅത്തിന് പിരിയും. കഴിഞ്ഞതുപോലെ തന്നെ ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അറാബികൾ വന്നിട്ട് ആരോടാ പറയുന്നത്? ഖാജ മുഹീദ്ദീൻ ചിശ്തിയിൽ അജ്മീരി അല്ലെ പറയുന്ന CM മടവൂര്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഇവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു ദർഗ, ആ ദർഗയിലെ വിശ്രമിക്കുന്ന ഒരാള്, അതാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല. ആ നബിയുടെ അടുത്ത്, നബീന്റെ അടുത്തേക്കാ വരുന്നത് ആര്? അറാബികള്. കാലത്തിൽ അറാബു ആമന്ന, അറാബികൾ വന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഈമാൻ ഉണ്ട്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ സത്യവിശ്വാസികളായി എന്നവർ പറയണം. അത് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായോ അതില്ലാത്ത ആളാവര്? ഇവരെ ഹൃദയത്തിൽ ഈമാനില്ല, വെറുതെ നാവുകൊണ്ട് നുണ പറയാൻ ഇല്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുക്കണം, നബിയെ കാലത്തിൽ അറാബ് ആമന്ന, നബിയെ ഒരു ടീം വന്നിട്ട് നിങ്ങളോട് ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? നബിയെ അവര് മുസ്ലിമായി എന്ന് പറഞ്ഞോട്ടെ, മുസ്ലിമായി എന്ന് പറഞ്ഞോട്ടെ. മുസ്ലിം ആകെ വേറെയാണ്, മുഅ്മിൻ ആകെ വേറെയാണ് എന്നാണ് ആയത്ത് പറയുന്നത്. അതുകൊണ്ട് EKP സുന്നത്ത് മുജാഹിദുകളോട് സലാം പറയാം. നിങ്ങൾക്ക് ശിർക്കുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങളോട് സലാം പറയാം. കാരണം മുസ്ലിങ്ങളുടെ പട്ടികയിൽ ഞങ്ങൾ വരിക. ഈ ആയത്ത് പ്രകാരം നിങ്ങൾ മുസ്ലിങ്ങളുടെ പട്ടികയിൽ വരും. പക്ഷേ നിങ്ങൾ മുഅ്മിനാണെന്ന് അംഗീകരിക്കണമെങ്കിൽ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകണം. ഇത് ഞാൻ പറഞ്ഞതല്ലെന്നേ, അല്ലാഹ് പറഞ്ഞതാണ്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന അജ്മീർ പാപ്പാക്ക് മനുഷ്യ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയുമെന്ന് നിങ്ങളുടെ ഫൈസി പറയുന്നു. നബിക്ക് അതിനുള്ള കഴിവ് എന്തുകൊണ്ട് അള്ളാഹ് കൊടുത്തില്ല? ഞങ്ങളുടെ ചോദ്യമാണ്, എന്തുകൊണ്ട് അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് ആ കഴിവ് കൊടുത്തില്ല? എന്നിട്ട് നബിയോട് അള്ളാഹ് പറയണെന്ത്? നബിയെ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞോട്ടോ,
കാരണം ഈമാന് ഹൃദയത്തിൽ ഇറങ്ങേണ്ട ഒരു കാര്യമാണ്. അത് ഇറങ്ങിയിട്ടില്ല, ഹൃദയത്തിൽ കടന്നിട്ടില്ല എന്നതറിയാനുള്ള കഴിവ് റസൂലുള്ളാഹിക്ക് ഉണ്ടെങ്കിൽ എന്താ പറയാ, പോയടാ അവിടുന്ന്, നിങ്ങൾ മുസ്ലിങ്ങളാന്ന് പറഞ്ഞോ, ഈമാൻ നിങ്ങളെ ഹൃദയത്തിലില്ല. കാരണം എന്താ അറിയോ, എന്റെയൊക്കെ പേരക്കുട്ടി, അങ്ങനെയും പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച്, നബീന്റെ കുടുംബത്തിലെ ഒരു പേരമോനാണ് ഈ ഖാജ മൊഹീദ്ദീൻ എന്ന് പറയേണ്ടത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചോദ്യം, എന്റെ പേരക്കുട്ടിക്ക് വരെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയാൻ അള്ളാഹ് കഴിവെടുത്തിട്ടുണ്ട്, പിന്നെയാണോ എനിക്കത് തരാത്തത്? നിങ്ങളെ ഹൃദയത്തിൽ ഈമാൻ കിടന്നിട്ട് നബി അങ്ങനല്ലേ പറയണ്ടേ? എങ്കിൽ നാട്ടുകാർ മനസ്സിലാക്കണം എന്താ, ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് ഇത് പറയും, നബീനെ പറ്റിക്കാൻ ഏതൊക്കെ ടൈപ്പ് ആളുകൾ വന്നു. കാരണം അവർക്ക് പോലും അറിയാം നബിക്ക് ഹൃദയത്തിനുള്ള അറിയാൻ കഴിയില്ല, അള്ളാഹ് അറിയിച്ചു കൊടുത്താലല്ലാതെ. ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഖുർആനിന്റെ 49-ാം അധ്യായം 13 തീർന്നില്ല, ഒരു വചനം കൂടെ പറയാം, ഇത് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 38-ാമത്തെ വചനം, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്ന അലീമാണ് അല്ലാഹ്. അത് തന്നെയാണ് ഹാജാക്കും വെച്ചു കൊടുക്കുന്ന സിഫത്ത്. ഈ പങ്കു ചേർക്കലാണ് ശിർക്ക്. ഈ ശിർക്ക് ചെയ്താൽ വരുന്ന എന്താണ് ഫൈസി? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 5-ാം അധ്യായം 72. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ നരകമാണ്, സ്വർഗം നിഷിദ്ധമാണ്. അപ്പൊ നിങ്ങൾ ഈ നൂറെ അജ്മീറിലൂടെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണോ, അല്ല ഞങ്ങൾ ടൈറ്റിൽ സ്വീകരിച്ച പോലെ നരകത്തിലേക്കാണോ? ശിർക്കാണെങ്കിൽ നരകത്തിലേക്കാണ്, തൗഹീദാണെങ്കിൽ സ്വർഗത്തിലേക്കാണ്. അപ്പൊ നൂറെ അജ്മീർ എങ്ങോട്ടാണ്? നരകത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കുക.